ചാത്തുണ്ണേട്ടൻ എവിടെ? രാവിലെ ഇറങ്ങി പോയതാ. 2 ദിവസമായിട്ട് ബോധമില്ലാണ്ട് കുടി തന്നെ അച്ഛന് പണി. കാപ്പിക്കുരോ? വാസുവേ, ഞാൻ ചോദിച്ച കാശ് ഒരു 500 റുപ്യ മതി. വില പറഞ്ഞു ഒപ്പിച്ചു വെച്ചതാ. ആ പയ്യനെ കൂടെ കിട്ടിയാൽ. എന്റെ ഇല്ല മാറിയെടുത്തേ. മാധവടത്തേക്ക്. ഓ, സ്പിരിറ്റിന് പോയാൻ കടത്തിയത് ഓക്കാലിപ്സാ. കമ്പിളിയാ? കൊള്ളാം. അല്ല, ഈ പോക്കെന്താ ഇത്ര താമസിച്ചത്? ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു കച്ചറ. ഓ മോളെ, നീ ഒരു ചോറ് കൊടുക്കുക. ഞാൻ ഊണ് കഴിച്ചതാ ചാക്കോടെ വീട്ടിൽ നിന്ന്. എന്റെ ഷർട്ട് കൊണ്ട്. ഇനി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് ഒരു സിനിമയ്ക്ക് ഞാനില്ല. ചുമ്മാ കാര്യത്തിന് പിടിച്ചിട്ട് വന്നേ. പിന്നെ ആണുങ്ങളുടെ തല്ലാണെങ്കിൽ ദിവസവും ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ രണ്ടിന്റെ. ഇന്ന് സിനിമ കണ്ടിട്ട് ആരാ കൂടുതൽ കരഞ്ഞത്, അമ്മിണിയോ ശാരദയോ? അമ്മയാ. അമ്മ എന്റെ മേലെ മൂക്ക് ചീറ്റി. നടക്കുവേ. നിങ്ങളുടെ ഒരു വഴി എങ്ങനെ ശാരദയെ വെളിച്ചമില്ലാതെ? അതൊക്കെ അവര് പൊയ്ക്കോളും. നീ വാ. നടക്ക്. ആ തീപ്പെട്ടി നിറച്ചേ. എന്താ ഇത്? ചെളി. ഞാൻ പോവാ. നീ കേറുന്നില്ലേ? അല്ല, ഞാൻ ഷാപ്പില് കഞ്ഞി കുടിച്ചിട്ട് പോടാ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഓ, നേരവും കാലവും ഒക്കെ നോക്കാതെ അവനിവിടെ കയറി ഇറങ്ങുന്നതൊക്കെ ശരി. ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ച് വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ? എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്ന് തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം തികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? അതെ, നിശ്ചയിച്ചു. വാസുവിന്റെ കാര്യം എന്താ? നീ ഇങ്ങനെ തീ തിന്നണ്ട. ആ കേസ് രാജിയായി. കൊള്ളാണോ കുമാരേട്ടാ? കുത്തുകൊണ്ടോന്ന് തന്നെയാ ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വന്നത്. ശാരദ പോ, വാസു വീട്ടിൽ വന്നു. ഞാൻ DC ഒന്ന് വരട്ടിയപ്പോ നമ്മൾ വിളിച്ച ഷാപ്പുകൾ നമുക്ക് തന്നെ കിട്ടി. ഇനി പാളയമേ ബാക്കിയുള്ളൂ, അതും കിട്ടും. നീ ഒളിവിലായതുകൊണ്ട് സ്പിരിറ്റാ കിട്ടാത്തത്. ഞാൻ പോവാൻ മുതലാളി. അതുകൊണ്ട് കാര്യമില്ല. അവിടുന്ന് സ്പിരിറ്റ് വരുന്ന KRC ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. സ്വാമി. ഓ, ശ്രീയേട്ടൻ കുളിച്ചോ? ഇനി വാസു പോയിക്കോ. ബാംഗ്ലൂർക്ക് പോകേണ്ട ദിവസം ഞാൻ പറയാം. കനകത്തെ ഏൽപ്പിച്ചോളൂ. എന്താ ഇത്? KRCക്ക് കൊടുക്കാനുള്ള കാശാ. നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു, അയാൾ അവിടെ എത്തും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു. എന്നെ കാണാത്ത വിഷമം കൊണ്ടാ. ഇപ്പൊ തീർന്നില്ലേ വിഷമം? തീർന്നു. വാസുവേട്ടൻ പോയ പിന്നെ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. കണ്ടവർക്ക് വേണ്ടി വഴക്കിന് പോയിട്ട് വല്ലതും പറ്റിയാ അപ്പ ആരും ഉണ്ടാവില്ല നോക്കാൻ. ഒരാളുണ്ടാവും. ആര്? KRC എപ്പോ എത്തി? നിങ്ങൾ പോയ ഉടനെ. ഹലോ സാർ. ഹലോ. ഞാൻ നമ്മുടെ ചാരായം മിക്സ് പண்ற സ്ഥലത്ത് പോയിരുന്നേ. കനകം,
എടുത്തു വെക്കേ. You see, Mr. Seegandan, big guns like politicians, government officials, factory owners, இவங்க எல்லாரும் சேர்ந்த சிண்டிகேட்ல நான் ஒரு சின்ன ஏஜென்ட். இந்த மாசம் சப்ளை பண்ண ஃபுல் ஸ்பிரிட்டுக்கு மொத்த பேமெண்ட் வாங்காம நான் பெங்களூர் போகவே முடியாது. எல்லாரும் சேர்ந்து என்ன கொலையே பண்ணி போட்டுடுவாங்க. എന്റെ പണം കിട്ടാത്തോണ്ട് KRC ചാവണ്ട. നെക്സ്റ്റ് ലോഡ് എപ്പോ അത് ചൊല്ല്. ഇങ്ക സ്പിരിറ്റ് കൊഞ്ചം കൂടെ ഇല്ലേ. முதல்ல பணம் கொடுங்க, அப்புறம் லாரி அனுப்புங்க, ஸ்பிரிட் தானா வரும். സാർ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് തോന്നുന്നു. 3-4 മണിക്കൂറായില്ലേ നമ്മളിവിടെ. വെയിറ്റ് മിസ്റ്റർ ജയപ്രകാശ്, എനിക്ക് വിവരം തന്നവർക്ക് പിഴക്കില്ല. നിർത്താൻ. ചാക്കോയോ എവിടെ വെച്ച്? സാർ എവിടുന്ന് കൈ കാണിച്ചെന്ന് ഞാൻ കണ്ടില്ല. സാർ, ഇത് കാലിയാ. ആ കനകം, ഞാനിപ്പോ വരാം. എക്സൈസുകാരെ വെട്ടിക്കാൻ ചാക്കോ എടുത്തൊരു പ്ലാനാ. വഴിയിൽ സ്ക്വാഡുകാർ നിൽക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു പിടിയെടുത്ത് മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കെട്ടെന്ന് വഴങ്ങി കൊടുത്തിട്ടും ശ്രീകണ്ഠൻ എന്നെ ഉപദ്രവിക്കുകയാണ് സർ. ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലൊന്നും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. മതി സർ. പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സർ. മതി. ആ, നമ്മുടെ പഠിപ്പൊക്കെ എവിടെ വരെയായി? അത് നിർത്തി. വരട്ടെ. ആ, നടുവട്ട ഉപഷാപ്പിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെയോ മറ്റോ എത്തുമായിരിക്കും. മൊത്തം കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിവുമായിട്ട്? കൂട്ടുകാരൻ എന്തി? ആ, വാസു ഒരു പാവാണ്. അല്ലേലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നും ഇല്ല. പിന്നെ പേടിയും കാണും. എന്താ താൻ? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ
എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മൾ ഇനി എന്ത് ചെയ്യൂടാ വാസു? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മൾ ഇവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുള്ളി ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്നത് എന്തിനാണെന്ന് അറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യം അല്ല, കള്ളവാറ്റ്. നിങ്ങളെ കൊണ്ട് അത് നിർത്താൻ പറ്റൂല്ലയോ? പറയണം. ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്. പൊന്ന് സാറേ, ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാറ്റിപ്പോയതാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ. അറിയാം. മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റുകയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇനി ഞങ്ങൾ ചെയ്യില്ല. പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആവണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരേ. എല്ലാറ്റിനെയും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 1,50,000. 55. 1,55. 1,60. 1,60. കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് കുട്ടി 1,80 വരെ വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കും. 1,60 ഒരു വട്ടം. 1,60 2 വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം. $1,65,000 മിസ്റ്റർ DM ജോർജ്. 1,70,75,000 മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല. നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ? $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സാർ.
സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല. എനിക്കറിയാം. ഉപദ്രവിച്ചോ? ഇതെന്താ ഇത്? ഈ വേഷം ഇനി എനിക്ക് ചേരില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് ഇവിടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു. വാസുട്ടാ, എന്താടാ? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, നീ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. എന്റെ ഷർട്ടും കൊടുത്തു. ഏതാ വേണ്ടത്? എപ്പോഴും വന്ന് മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. ഞങ്ങളുടെ ചാരേക്കട അടിച്ച് പൊളിച്ചില്ലേ, ആ കണക്ക് തീർന്നെന്ന് നിന്റെ അമ്മാവൻ ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളയാ, നീ ഓവർ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ. മുതലാളി, തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം. അകത്തേക്ക് ഇരുന്നോളൂ. വേണ്ട മോളെ.
ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദനെ പിടിച്ചുവിട്ടിരിക്കുക. എന്താ നിന്നെ പോലെ ആളും കയറി പിടിച്ചോ മുതലാളി ചമ്മേ? അമ്മള് കേക്കണ്ട. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ. ശരി പറ. അങ്ങേരുടെ ജോലി അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജോലി കൊടുക്കാം. ചാക്കോ, നിനക്കറിയില്ലേ ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ. പിന്നെ വിഷുവല്ലേ, ഒരുപാട് ചാരായം കൂട്ടുന്നു വരില്ലേ?